വേനൽ ചൂടിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളുള്ള ജില്ല കൂടിയാണ് തിരുവനന്തപുരം. വികസന പോരായ്മകൾ ഉള്ള തലസ്ഥാന മണ്ഡലത്തിൽ ഇക്കുറി മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. തീരദേശ മേഖലകളും മലയോര പ്രദേശങ്ങളും നിയമസഭാ മന്ദിരവും IT സ്ഥാപനങ്ങളുമൊക്കെ ഏറെയുള്ള മണ്ഡലം. എന്നാൽ തലസ്ഥാന നഗരിയാണെങ്കിലും കാര്യമായ വികസനം എത്താത്തതിൽ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. അതിനാൽ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് വോട്ടർമാർ. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെയാണ് ശശി തരൂരിനെതിരെ ഇതര സ്ഥാനാർത്ഥികളുടെ പ്രധാന പ്രചാരണ ആയുധവും. എല്ലാവർക്കും മടുത്തു. ഈ 10-15 കൊല്ലമായിട്ട് ഒന്നും നടക്കാത്ത ഒരു സ്ലോഗൻ മാത്രം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, അത് കേട്ട് കണ്ട് മനസ്സിലാക്കി ജനങ്ങൾക്ക് മടുത്തു. അത് ഒരു റിയൽ ചേഞ്ച് വേണം, ഇവിടെ ഒരു പെർഫോമൻസിൻ്റെ രാഷ്ട്രീയം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ കാൻഡിഡേച്ചർ, ഞാൻ അവരോട് പറയുന്നു. പ്രധാന മുന്നണിയിലെ 3 സ്ഥാനാർത്ഥികളും ഓടി നടന്ന സജീവ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും നിലവിലെ MP ശശി തരൂരിന് തിരിച്ചടിയാകുന്നത് മുൻപെങ്ങുമില്ലാത്ത വിധം കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹമാണ്. തീരദേശ മേഖല അനുഭവിക്കുന്ന കടുത്ത യാതനകൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതും അവർക്ക് തിരിച്ചടിയാകുമെന്നുറപ്പ്. തീരദേശത്ത് നടക്കുന്നത് ഇത് 10 കൊല്ലമായിട്ട് ആരും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ ഒരു നോക്കിയിട്ടില്ല, ഒരു എഫേർട്ടും എടുത്തിട്ടില്ല. അതിൻ്റെ കാരണമാണ് ഇന്നും ജനങ്ങൾ ഇങ്ങനെ ഒരു വിഷമത്തിലും അവരുടെ ഒരു വേദനയും. രാപ്പകലില്ലാതെ പ്രചാരണം നടത്തുന്ന NDA സ്ഥാനാർത്ഥി ഇതിനകം തന്നെ വോട്ടർമാരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ശിവദാസ് കന്മനം, ജനം, തിരുവനന്തപുരം.